ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്നൊരു കഥയായാലോ? ഞാനിന്ന് പറയാൻ പോകുന്ന കഥ സ്വർണ്ണമുട്ടയിടുന്ന താറാവ്. ഒരിടത്ത് ഒരു കർഷകനുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ 3 മക്കളും ഭാര്യയും ഉണ്ടായിരുന്നു. അവർ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു ജീവിക്കുണ്ടായിരുന്നത്. കർഷകൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന പൈസ അവർക്ക് ഒന്നിനും തികയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ കർഷകൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ ഒരു ഐഡിയ കിട്ടി. നമുക്കൊരു താറാവിനെ വാങ്ങാം. താറാവ് ഇടുന്ന മുട്ട വിറ്റ് നമുക്ക് ജീവിക്കാം. അങ്ങനെ കർഷകൻ ഭാര്യയുമായി ഒത്തുചേർന്ന് ഒരു തീരുമാനത്തിലെത്തി. അവർ ഒരു താറാവിനെ മേടിച്ചു. അങ്ങനെ അവർ താറാവിന് നല്ല ഭക്ഷണവും നല്ല സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി കൊടുത്തു. ഒടുവിൽ താറാവ് മുട്ടയിടുന്നത് അവർ ഇടുന്നു. ഒടുവിൽ താറാവ് മുട്ടയിട്ടപ്പോൾ ദമ്പതികൾ അമ്പരന്നു. അതൊരു സ്വർണ്ണ മുട്ടയായിരുന്നു. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനെ താറാവ് ഡെയിലി ഓരോ സ്വർണ്ണമുട്ടകൾ വീതം ഇടാൻ തുടങ്ങി. അവർക്കത് വളരെയധികം സന്തോഷമായി. അവരൊടുവിൽ അതൊക്കെ വിറ്റ് വലിയ പണക്കാരായി. നല്ലൊരു വീട് വെച്ചു, കുറേ വസ്ത്രങ്ങൾ വാങ്ങി, നല്ല ആഭരണങ്ങൾ വാങ്ങി. എല്ലാം കൊണ്ടും അവർ ധനികരായി. അപ്പോൾ ഒരിക്കൽ കർഷകനൊരു മണ്ടത്തരം തോന്നി. ദിവസവും ഓരോ മുട്ട വെച്ച് നമ്മുടെ താറാവ് തരുന്നുണ്ട്. അപ്പോൾ ഈ താറാവിൻ്റെ വയറ്റിലോ നിറയെ മുട്ടകളായിരിക്കും, അതും സ്വർണ്ണ മുട്ടകൾ. അപ്പോൾ അത് ഒരുമിച്ചെടുത്താൽ തനിക്ക് വലിയ ധനികനാകാം. അവർക്ക് ഒടുവിൽ ആ താറാവിൻ്റെ വയറ് കീറി മുട്ടകൾ എടുക്കാൻ തുടങ്ങി. വയറ് കീറി മുട്ടകൾ എടുക്കാൻ നോക്കിയപ്പോൾ അയ്യോ, ഇതിൽ മുട്ടകളൊന്നുമില്ലല്ലോ. അവൻ അമ്പരന്നു. എൻ്റെ താറാവാണെങ്കിൽ മരിച്ചു പോവുകയും ചെയ്തു. എന്ത് ചെയ്യും? അവർക്ക് മനസ്സിലായി, ഇതിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല. താറാവ് മരിച്ചുപോയി. അവർ ചെയ്ത മണ്ടത്തരം അവർക്ക് മനസ്സിലായി. ഇതാണ് കൂട്ടുകാരെ പറയുന്നത്, ഒന്നിനും അഹങ്കരിച്ചുകൂടാ. ഇതിൽ നിന്നെന്തു മനസ്സിലാക്കാം? അത്യാഗ്രഹം ആപത്ത്. നമ്മൾ ഒന്നും അത്യാഗ്രഹിച്ചുകൂടാ. ആഗ്രഹിക്കാം നമുക്ക്, എന്നാൽ അത്യാഗ്രഹം ഒന്നിനും നല്ലതല്ല. കണ്ടില്ലേ കർഷകന്റെ അവസ്ഥ? അവൻ്റെ അത്യാഗ്രഹം കാരണം അവൻ്റെ താറാവ് മരിച്ചുപോയി. അവൻ്റെ സമ്പാദ്യമായിരുന്നു അത്. അവൻ ഇത്ര നാളും നോക്കിയ, അവൻ ഇത്രയും പൈസ ദൈവമായിട്ട് തന്ന ഒരു താറാവായിരുന്നു അത്. നഷ്ടമായി പോയില്ലേ? അതാണ് പറയുന്നത്, അത്യാഗ്രഹം ആപത്താണെന്ന്. ഒന്നും അത്യാഗ്രഹിച്ചുകൂടാ. കേട്ടല്ലോ സുഹൃത്തുക്കളെ? ശരി, ഇന്നത്തേക്ക് കഥ തീർന്നു. ഇനി ഞാൻ നാളെ വരുന്ന. നന്ദി, നമസ്കാരം.